പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ SCERT സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 8ാമത്തെ ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായും പഠിക്കുന്നത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളെ പഠിച്ചു അല്ലെ. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉന്നത വിഭാഗമെന്ന് കരുതപ്പെട്ടിരുന്ന സ്ത്രീകളെ പോലെ മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ചാന്നാർ സമുദായത്തിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ജനങ്ങൾക്ക് മേൽമുണ്ട് ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ എല്ലാ സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കണമെന്ന അവകാശത്തിന് വേണ്ടി ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടുകൂടെ പൊതുസ്ഥലങ്ങളിൽ മേൽമുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ചാന്നാർ സ്ത്രീകളെ ഉയർന്ന വിഭാഗമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നവരെ ആക്രമിക്കുകയും അവരുടെ മേൽമുണ്ട് വലിച്ചു കീറുകയും ചെയ്തു. ഇതേ തുടർന്ന് തെക്കൻ തിരുവിതാംകൂറിലെ പല സ്ഥലങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഒടുവിലെ തിരുവിതാംകൂർ മഹാരാജാവ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1759 ജൂലൈ 26-ന് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. ആരായിരുന്നു അപ്പോഴത്തെ തിരുവിതാംകൂർ മഹാരാജാവ്? പേര് പഠിക്കണം, PSC ചോദിക്കാറുണ്ട്. ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ്. ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് 1853 ജൂലൈ 26-ന് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ രാജാവ് ഉത്തരവ് പുറപ്പെടുവിക്കുക. അതോടുകൂടി ഈ ചാന്നാർ കലാപം അവസാനിക്കുകയും ചെയ്തു. മറക്കില്ലല്ലോ, സിമ്പിളാണ്, വേറെ ഒന്നും പഠിക്കാനുള്ള, ഡേറ്റ് ഓർത്ത് വെക്കുക, അത്രമാത്രം. വൈക്കം സത്യാഗ്രഹം. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു വൈക്കം സത്യാഗ്രഹം. അല്ലെങ്കിൽ അയിത്തോച്ചാടനത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം. അയിത്തോച്ചാടനം അല്ലെങ്കിൽ അയിത്തത്തിനെതിരെ, രണ്ടും ഒരേ അർത്ഥമാണ്. ഒന്നെങ്കിൽ അയിത്തത്തിനെതിരെ എന്ന് പറയുക, അല്ലെങ്കിൽ അയിത്തോച്ചാടനത്തിന് വേണ്ടി എന്ന് പറയുക. അയിത്ത ജാതിക്കാർക്ക് ഇതിനപ്പുറം പ്രവേശനമില്ല എന്ന് 1905-ലാണ് കോട്ടയത്തെ ദിവാൻ പേഷ്കാരായിരുന്ന KP ശങ്കരമേനോൻ ബോർഡ് സ്ഥാപിക്കുന്നത്. KP ശങ്കരമേനോൻ ബോർഡ് സ്ഥാപിക്കുന്നത്. വൈക്കം ക്ഷേത്രത്തിന് 100 മീറ്റർ അകലെ സ്ഥാപിച്ചിരുന്ന ഒരു ബോർഡാണ് ഞാനിപ്പോ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുക. അയിത്ത ജാതിക്കാർക്ക് ഇതിനപ്പുറം പ്രവേശനമില്ല. ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയില് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന പ്രധാന സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിൽ കൂടി അവർണർക്കോ ഹിന്ദുക്കൾക്കോ പ്രവേശിക്കാൻ അനുവാദമില്ല എന്നതായിരുന്നു ഈ പ്രതിഷേധ സമരത്തിന് കാരണമായി തീർന്നത്. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിൽ കൂടെ താഴ്ന്നതെന്ന് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചു. TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലാണ് പിൽക്കാലത്ത് അവസാനിച്ചത്. എന്നാണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്? 1925 നവംബർ 23-ന്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള മറ്റ് 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ എന്ത് ചെയ്തു? ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നു. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1924 മാർച്ച് 30 ആ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവും. സത്യാഗ്രഹം അവസാനിച്ച 1925 നവംബർ 23 തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് സേതുലക്ഷ്മി ഭായിയുമായിരുന്നു. ആകെ 603 ദിവസമാണ് സത്യാഗ്രഹം നീണ്ടുനിന്നത്. സത്യാഗ്രഹത്തിന്റെ നേതാവ് TK മാധവനാണ്. സത്യാഗ്രഹ കാലഘട്ടത്ത് അയിത്തോച്ചാടന കമ്മിറ്റി ചെയർമാൻ, അയിത്തോച്ചാടന കമ്മിറ്റിയുടെ കൺവീനർ ആരായിരുന്നു? K കേളപ്പനായിരുന്നു. അത് മനസ്സിലുണ്ടാവട്ടെ. വൈക്കം സത്യാഗ്രഹ കാലഘട്ടത്ത് അയിത്തോച്ചാടന കമ്മിറ്റിയുടെ കൺവീനർ ആരായിരുന്നു? K കേളപ്പനാണ്. മറക്കരുത്, ഇമ്പോർട്ടന്റ്. ഓക്കെ,
എന്നാൽ വൈക്കം സത്യഗ്രഹ പ്രധാന നേതാവാക്കി ടി കെ മാധവനാണ്. ടി കെ മാധവനെ നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കാറുണ്ട്? ടി കെ മാധവനെ കേരളത്തിലെ രണ്ട് വിശേഷണങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ ക്ഷേത്ര പ്രവേശന പ്രക്ഷോഭങ്ങളുടെ പിതാവ്. ക്ഷേത്ര പ്രവേശന പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്ന് വിളിക്കുന്നു. ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുടെ പിതാവ്. രണ്ട്, നവോത്ഥാനത്തിന്റെ മേഘജ്യോതിസ്. നവോത്ഥാനത്തിന്റെ മേഘജ്യോതിസ് എന്നറിയപ്പെടുന്നതും ആര് തന്നെ? ടി കെ മാധവൻ തന്നെ. അപ്പൊ ടി കെ മാധവനെ നവോത്ഥാനത്തിന്റെ മേഘജ്യോതിസ് എന്നും ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുടെ പിതാവെന്നുമാണ് വിശേഷിപ്പിക്കുക. സെറ്റല്ലേ? ഇനി അടുത്ത് പറയുന്നു സവർണജ. വൈക്കം സത്യാഗ്രഹ കാലഘട്ടത്ത് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിൽ കൂടി ഏതൊരു ജനവിഭാഗം സഞ്ചരിച്ചാലും അത് സവർണരെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവർണർക്ക് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സവർണർ തിരുവിതാംകൂർ ഭരണാധികാരിയായ സേതുലക്ഷ്മി ഭായിയോട് ഒരു അറിയിപ്പ് നൽകാൻ പോവുകയാണ്. ഇതാണ് സവർണജാഥ. വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നയിച്ച ജാഥയാണ് സവർണജാഥ എന്ന പേരിൽ അറിയപ്പെടുക. 1924 നവംബർ മാസമായിരുന്നു. 1924 നവംബർ മാസമാണ് സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടത്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ സവർണജാഥ സംഘടിപ്പിച്ചത് M.E. നായിഡു ആയിരുന്നു. നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ സവർണജാഥ സംഘടിപ്പിച്ചത് ആരാണ്? M.E. നായിഡു. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ മന്നത്ത് പത്മനാഭൻ സവർണജാഥ സംഘടിപ്പിച്ചു. മറ്റൊരു സവർണജാഥ നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ M.E. നായിഡു. സവർണജാഥ സംഘടിപ്പിക്കപ്പെടുന്നത് 1924 നവംബർ മാസവുമാണെന്ന് സെറ്റല്ലേ? ഗുരുവായൂർ സത്യാഗ്രഹം. ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും, അതായത് താഴ്ന്ന ജാതിക്കാരെന്ന് കണക്കാക്കപ്പെട്ടിരുന്നവരെയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. കെ കേളപ്പനായിരുന്നു പ്രധാന നേതാവ്. കൂടാതെ മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1 സമരപരിപാടികൾ ശക്തമായപ്പോൾ അധികാരികൾക്ക് 1 മാസത്തോളം ക്ഷേത്രം അടിച്ചടേണ്ടി വന്നു. സമരത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റനായി കണക്കാക്കുന്നത് എ കെ ഗോപാലനാണ്. ഓൾ ഇന്ത്യ ക്യാപ്റ്റനായി കണക്കാക്കുന്ന എ കെ ഗോപാലനെയും പി കൃഷ്ണപിള്ളയെയും സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായി മർദ്ദിച്ചു. ഓക്കെ, അപ്പോ ഗുരുവായൂർ സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടാ? ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭം. കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 1931 നവംബർ 1 സത്യാഗ്രഹം ആരംഭിച്ചു. സമരപരിപാടികൾ ശക്തമായപ്പോൾ അധികാരികൾക്ക് 1 മാസത്തോളം ക്ഷേത്രം അടച്ചിടേണ്ടി വന്നു. സമരത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റനായ എ കെ ഗോപാലനെയും പി കൃഷ്ണപിള്ളയെയും സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായി മർദ്ദിച്ചു. കെ കേളപ്പൻ സത്യാഗ്രഹ കാലഘട്ടത്ത് ക്ഷേത്രത്തിന് മുന്നിൽ മരണം വരെ ഉപവാസ സമരം ആരംഭിച്ചു, അഥവാ നിരാഹാരം ആരംഭിച്ചു. അനേകം ആളുകളാണ് നാനാദേശത്തു നിന്നും ഗുരുവായൂർ സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് എത്തിച്ചേർന്നത്. കേളപ്പൻ നിരാഹാരം ആരംഭിച്ചു. ഒടുവിൽ കെ കേളപ്പൻ മരണാസന്നമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുറപ്പായപ്പോഴാണ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഉപവാസം അവസാനിപ്പിച്ചു. ക്ഷേത്ര പ്രവേശനത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുവാൻ കൊച്ചി മഹാരാജ്യത്തെ പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഒരു ജനഹിത പരിശോധന നടത്തി. ഭൂരിപക്ഷം പേരും ഇതിന് പിന്തുണയ്ക്കുകയാണ് ചെയ്തത് എന്നത് യാഥാർത്ഥ്യം. ഇങ്ങനെ സമസ്ത ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനത്തിന് അനുകൂലമായ ഒരു ചിന്താഗതി രൂപപ്പെടുവാൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. ഓക്കെ, സമസ്ത ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഗുരുവായൂർ സത്യാഗ്രഹം പരാജയപ്പെട്ടു. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് നമ്മൾ പറഞ്ഞു 1931 നവംബർ 1 കെ കേളപ്പൻ നിരാഹാരം അവസാനിപ്പിച്ചുകൊണ്ട് ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ചത് 1932 ഒക്ടോബർ മാസം 2 ആയിരുന്നു. ഓർമ്മിച്ചേക്കണേ.
ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ മാസം 1-ാം തീയതി. സത്യാഗ്രഹം അവസാനിച്ചത് 1932 ഒക്ടോബർ 2. പരാജയമായിരുന്നു. പക്ഷേ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു ആശയ പ്രചരണത്തിന് ഗുരുവായൂർ സത്യാഗ്രഹം കേരള ജനതയെ ഏറെ സഹായിച്ചു. ഓക്കെ അല്ലെ? ഇനി അടുത്ത നമ്മൾ പറയുന്നു, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശനം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഫലമല്ല തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശനം ഉൾപ്പെടും. കാരണം ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് കൊച്ചി മഹാരാജ്യത്താണ്. തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് 1936 നവംബർ 12-നാണ്. പലപ്പോഴും ഗുരുവായൂർ സത്യാഗ്രഹം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് പഠിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമായി. അപ്പൊ പലപ്പോഴും നമ്മൾ തിരിതിരിക്കാറുണ്ട്, സംശയം ഉണ്ടാകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തിരുവിതാംകൂറില് ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളോട് പിതാവെന്നറിയപ്പെടുന്ന ടി കെ മാധവനാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ടി കെ മാധവനെ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുടെ പിതാവെന്ന് വിളിക്കുന്നത്? അദ്ദേഹം 1918 തിരുവിതാംകൂറിലെ ശ്രീമൂലം പ്രജാസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു. എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണം. ആ സമയത്ത് പ്രമേയം പാസ്സായില്ല. പക്ഷെ തുടർന്ന് അതേക്കുറിച്ച് ചർച്ച വന്നു. തിരുവിതാംകൂർ ഗവൺമെന്റ് 1932 ഒരു കമ്മിറ്റിയെ നിയമിച്ചു. എന്തിനു വേണ്ടി? ക്ഷേത്രപ്രവേശനത്തെ കുറിച്ച് പഠിക്കാൻ. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് VS സുബ്രഹ്മണ്യ അയ്യർ ആയിരുന്നു. VS സുബ്രഹ്മണ്യ അയ്യർ അധ്യക്ഷനായിക്കൊണ്ട് 1932 ഒരു കമ്മിറ്റി നിയമിച്ചു. ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കുവാൻ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അംഗീകാരം നൽകുന്നത്. 1936 നവംബർ മാസം 12-ന് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ഇതിലൂടെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും തുറന്നു. ഈ പ്രഖ്യാപനത്തെ ഗാന്ധിജി ഇങ്ങനെയാണ് വിശേഷിപ്പിച്ചത്: ആധുനിക കാലത്തെ മഹാത്ഭുതം. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി എങ്ങനെ വിശേഷിപ്പിച്ചു? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചു. മറക്കില്ലല്ലോ. കൊച്ചിയിലും മലബാറിലും ക്ഷേത്രപ്രവേശനം ഉണ്ടാകുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് കേട്ടോ. സ്വാതന്ത്ര്യത്തിന് മുൻപ് ക്ഷേത്രപ്രവേശനം അനുവദിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നു പാലിയം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന മറ്റൊരു പ്രമുഖ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. പാലിയം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ പാലിയത്തച്ഛനെ കുറിച്ച് പറഞ്ഞിരുന്നു. പാലിയം തറവാട്ടിലെ കാരണവരാണ് കൊച്ചിയിലെ പ്രധാനമന്ത്രിയായ പാലിയത്തച്ഛനായി നിയമിക്കപ്പെടുക. ആ പാലിയം തന്നെയാണ്. ആ പാലിയം തറവാടിന് മുന്നിലൂടെ റോഡുണ്ട്, പൊതുവഴിയുണ്ട്. ആ പൊതുവഴിയിൽ കൂടെ അവർണർക്ക് സഞ്ചരിക്കാൻ പാടില്ല എന്ന നിരോധനം വന്നു. അതിനെതിരെയുള്ള പ്രതിഷേധ സമരമാണ് പാലിയം സത്യാഗ്രഹം. നമുക്ക് നോക്കാം. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു 1947-48 കാലഘട്ടത്തെ പാലിയം സത്യാഗ്രഹം. PSC ചോദിച്ചത് മറ്റൊരു ചോദ്യമായിരുന്നു. ചോദ്യം എങ്ങനെയായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയില് അയിത്തോച്ചാടനത്തിന് വേണ്ടി നടന്ന ആദ്യ സമരം ഏത്? സ്വാതന്ത്ര്യാനന്തരം കേരളത്തിലെ അയിത്തോച്ചാടനത്തിന് വേണ്ടി നടന്ന ആദ്യ സമരം ഏത്? പാലിയം സത്യാഗ്രഹം. കൃത്യമായി പറഞ്ഞാൽ 1947 ഡിസംബർ മാസമാണ് തുടക്കം. ഡിസംബർ മാസം 3-ാം തീയതി സി കേശവനാണ് പാലിയം സത്യാഗ്രഹം തുടക്കം കുറിക്കുക, ഉദ്ഘാടനം ചെയ്യുക. അപ്പോ അയിത്തോച്ചാടനമായി കേരളത്തിൽ നടന്ന സമരമാണ് 1947 ഡിസംബർ 3 മുതൽ 1948 മാർച്ച് വരെ 100 ദിവസമാണ് നീണ്ടുന്നത് കേട്ടോ. എത്ര ദിവസമാണ്? 100 ദിവസം. 100-ാം ദിവസം വേലായുധൻ എന്ന് പറയുന്ന സമരഭടൻ ആൾക്കാരുടെ മർദ്ദനത്താൽ കൊല്ലപ്പെട്ടു. അതോടുകൂടി സത്യാഗ്രഹം അവസാനിപ്പിക്കുക. 100 ദിവസം എന്ന കാര്യം ഓർക്കുക. 1948 ഡിസംബർ 3 മുതൽ മാർച്ച് വരെ. പാലിയം സത്യാഗ്രഹം എന്താണെന്ന് നമുക്ക് നോക്കാം. കൊച്ചിയിലെ ചേന്നമംഗലം എന്ന സ്ഥലത്തെ, കൊച്ചി മഹാരാജ്യത്തെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛന്റെ വസതിക്ക് മുന്നിൽ, പാലിയത്തച്ഛൻ കൊച്ചിയിലെ പ്രധാനമന്ത്രിയാണ് അല്ലെ, പാലിയത്തച്ഛന്റെ വസതിക്ക് മുന്നിൽ റോഡിലൂടെ നടന്നു പോകാൻ
അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക്, അതായത് അയിത്തം, തൊട്ടുകൂടായ്മ തുടങ്ങിയ വസ്തുതകൾ നിലവിലുണ്ടായിരുന്ന ജനങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും, ആരൊക്കെ? രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം. സി കേശവൻ ഉൾപ്പെടെയുള്ള നേതാക്കള് നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ നേരിടുവാൻ സർക്കാർ അറസ്റ്റും മർദ്ദനമുറകളും പ്രയോഗിച്ചു. കാരണം പാലിയത്തച്ഛൻ കൊച്ചിയിലെ പ്രധാനമന്ത്രിയാണ്, അതുകൊണ്ട് സർക്കാർ ഇടപെട്ടു. 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതി ഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടതോടുകൂടി പാലിയം റോഡും സഞ്ചാര സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. അത്രമാത്രം. ഓക്കെ അല്ലേ? മറക്കില്ലല്ലോ. അപ്പൊ പ്രധാന നേതാവ് സി കേശവനാണെന്ന് ഓർമ്മിക്കും. എത്ര ദിവസമാണ് നീണ്ടുന്നത്? 100 ദിവസം. ദേശീയ ബോധത്തിന്റെ സമരചുല. നിങ്ങൾ സ്ലൈഡിൽ കാണുന്നത് ഒരു ഗാനമാണ്. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാല് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കാലഘട്ടത്ത് ഉപ്പ് സത്യാഗ്രഹ സമരഭടന്മാര് ആലപിച്ച ഗാനമാണ് കാണുക. നിങ്ങൾക്കേറെ പരിചിതമാണ്. വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്ന് തുടങ്ങുന്ന ഗാനം. 1930 ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടന്ന ജാഥയിൽ ആലപിക്കാൻ അംശി നാരായണപിള്ള എഴുതിയ വരികളായിരുന്നു ഈ ഗാനം. ഈ ഗാനം ഈടെയല്ല, ഏകദേശം ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു മലയാള ചലച്ചിത്രത്തിൽ ഈ ഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ സാധിക്കുമെങ്കിൽ ഒന്ന് കേട്ടു നോക്കുക. ലൂസിഫർ എന്ന മലയാള ചലച്ചിത്രത്തിൽ ഈ ഒരു ഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യെസ്. അപ്പൊ ഓർമ്മിക്കുക, 1930 ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് നടന്ന ജാഥയിൽ ആലപിക്കുവാൻ അംശി നാരായണപിള്ള എഴുതിയ വരികളാണ് മേൽ പറഞ്ഞത്. എനിക്ക് പാടാൻ അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ സ്വയം ഒന്ന് പാടി നോക്കുക. വളരെ മെച്ചപ്പെട്ടതാണ്. ഓരോ വരികളും അവിടെ ദേശീയ ബോധത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്ന വരികളാണ്. സഹന സമരത്തിന് സമയമായെന്നും ഐക്യത്തോടുകൂടി സമരത്തിൽ പങ്കുചേരാമെന്നും ബ്രിട്ടീഷ് ഭരണകൂടത്തിന് എതിരെ ബ്രിട്ടീഷുകാര് നടപ്പിലാക്കിയ നിയമങ്ങളെ ലംഘിക്കുമെന്നും ഇതില് ആഹ്വാനം ചെയ്തു. കാരണം ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത് നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ലേ. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുത്ത സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. നിയമം ലംഘിച്ചുകൊണ്ട്, ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കാമെന്നാണ് ഈ ഗാനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ച് നമുക്ക് നോക്കാം. സത്യാഗ്രഹികൾ ഗാനം ആലപിച്ചും മുദ്രാവാക്യം മുഴക്കിയും പയ്യന്നൂർ കടപ്പുറത്ത് ജാഥയായി നീങ്ങി. വഴിനീളെ ആയിരക്കണക്കിന് ജനങ്ങൾ അവർക്ക് സ്വീകരണവും നൽകി. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം എത്രമാത്രം ഊർജ്ജസ്വലമായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പയ്യന്നൂരില് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കെ കേളപ്പനും കൂടാതെ 32 സമരഭടന്മാരുമാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് പങ്കെടുത്തത്. കേരളത്തില് കോഴിക്കോട് ജില്ലയിലാണ് പയ്യന്നൂർ എന്ന് പറയുക. പയ്യന്നൂർ കടപ്പുറത്താണ് കെ കേളപ്പൻ ഉപ്പ് നിയമം ലംഘിക്കുക. ഇത് കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഉപ്പ് നിയമ ലംഘനമായി കണക്കാക്കും. ഇത് കൂടാതെ കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് നിയമം ലംഘിച്ചത്, ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് രണ്ടുപേരുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കെ പി കേശവമേനോനും കൂടാതെ ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് നിയമം ലംഘിക്കുക. പയ്യന്നൂർ കടപ്പുറത്ത് കെ കേളപ്പനും 32 സമരഭടന്മാർ. കേരളത്തിന്റെ ഔദ്യോഗിക ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്ന പയ്യന്നൂർ കടപ്പുറത്താണ്. അതുകൊണ്ട് കെ കേളപ്പനെ കേരള ഗാന്ധി എന്നാണ് വിശേഷിപ്പിക്കുക. ഇന്ത്യയിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ഗാന്ധിജിയാണ്. അതേ മാതൃകയിൽ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കെ കേളപ്പനെ എന്തെന്ന് വിശേഷിപ്പിക്കുക? കേരള ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുക. സെറ്റാണേ. അടുത്ത് പറയട്ടെ. കേരളത്തിലേതുപോലെ തന്നെ ദേശീയ തലത്തിലും കോൺഗ്രസിൽ ശ്രദ്ധേയനായ മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. ചേറ്റൂർ ശങ്കരൻ നായർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രസിഡന്റ് ആയ മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. പിന്നെ ജി പി പിള്ള എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ്. INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ്
ജി പി പിള്ള. ജി പി പിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ തിരുവിതാംകൂറിലെ ജനതയ്ക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭം അഥവാ നിവേദനം. അതുകൊണ്ട് ജി പി പിള്ളയെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്ന് വിളിക്കാറുണ്ട്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജി പി പിള്ള. ഓക്കെ, ഇനി അടുത്ത് പറയുന്നു മലബാർ മേഖലയിലെ ദേശീയ പ്രസ്ഥാനത്തെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് നോക്കാം. കേരളത്തിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് മലബാറിൽ ദേശീയ പ്രസ്ഥാനം കൂടുതൽ കരുത്തുറ്റതായിരുന്നു. കാരണം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുണ്ടായിരുന്നത് മലബാർ ഭൂപ്രദേശമാണ്. അത് തന്നെയാണ് അതിന്റെ പ്രധാന കാരണവും. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണവും ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ ഏറെ മുന്നോട്ട് ചലിപ്പിച്ചു. ഖിലാഫത്ത് നിസ്സഹരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പിന്തുണയാണ് മലബാറിലെങ്ങും ലഭിച്ചത്. ഖിലാഫത്ത് നിസ്സഹരണ പ്രസ്ഥാനത്തിന് വലിയ പിന്തുണ മലബാറിലെങ്ങും ലഭിച്ചു. സമരത്തിന്റെ ഭാഗമായി ജനങ്ങൾ വിദേശ നിർമ്മിത വസ്തുക്കളും ബ്രിട്ടീഷ് കോടതികളും ബ്രിട്ടീഷ് വിദ്യാലയങ്ങളും ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള സർക്കാർ സ്ഥാപനങ്ങളും ബഹിഷ്കരിച്ചു. സമരത്തിന് സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും മികച്ച പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് മലബാറിൽ ദേശീയ പ്രസ്ഥാനം കൂടുതൽ കരുത്തുറ്റതായിരുന്നു. പ്രധാന കാരണം മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണവും ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചു. ഖിലാഫത്ത് നിസ്സഹരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പിന്തുണയാണ് മലബാറിലെങ്ങും ലഭിച്ചത്. സമരത്തിന്റെ ഭാഗമായി ജനങ്ങൾ വിദേശ നിർമ്മിത വസ്തുക്കളും കോടതികൾ, വിദ്യാലയങ്ങൾ മുതലായ സർക്കാർ സ്ഥാപനങ്ങളും ബഹിഷ്കരിച്ചു. സമരത്തിന് സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും മികച്ച പങ്കാളിത്തം ഉണ്ടായിരുന്നു. സി കുഞ്ഞിരാമമേനോൻ, പേര് ഓർമ്മിച്ചേക്കണേ, സി കുഞ്ഞിരാമമേനോൻ, കെ കേളപ്പൻ, യു ഗോപാലമേനോൻ, കെ പി കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ തുടങ്ങിയവരായിരുന്നു പ്രധാന നേതാക്കൾ. അപ്പോ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തില്, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രധാന പ്രവർത്തകർ ആരൊക്കെ? സി കുഞ്ഞിരാമമേനോൻ, കെ കേളപ്പൻ, യു ഗോപാലമേനോൻ, കെ പി കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ തുടങ്ങിയവർ. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നപ്പോൾ അതിന്റെ അലയലുകൾ കേരളത്തിലുണ്ടായി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം മലബാറിലെ പയ്യന്നൂരായിരുന്നു. കെ കേളപ്പനാണ് അതിന്റെ നേതൃത്വം വഹിച്ചത്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യന്നൂരാണ്. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാ? കെ കേളപ്പൻ. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സത്യാഗ്രഹികൾ പയ്യന്നൂരിലെ കടപ്പുറത്തേക്ക് എത്തിച്ചേരുകയും ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കാളിയാക്കുകയും ചെയ്തു. ഇതുകൂടാതെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തില് സത്യാഗ്രഹികൾ കോഴിക്കോട് കടപ്പുറത്തും നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണവും മദ്യഷാപ്പ് പിക്കറ്റിങ്ങും ഖാദി പ്രചരണവും ഒക്കെ ഈ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി മലബാർ മേഖലയിൽ അലയടിച്ചിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ സ്ലൈഡിലുണ്ട്, അത്രയേ ഉള്ളൂ. പൊന്നാനിയില് ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം നൽകിയത്, പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കോഴിക്കോട് കടപ്പുറത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും പിന്നെ കെ പി കേശവനും. സെറ്റ് അല്ലേ? മലബാർ മേഖലയിലെ ഖിലാഫത്ത് നിസ്സഹരണ പ്രസ്ഥാനങ്ങൾ ശക്തമായി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിന് കാരണമായത് ഗാന്ധിജിയുടെ സന്ദർശനം തന്നെയായിരുന്നു. 1920 ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും നിസ്സഹരണ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട് എത്തിച്ചേർന്നു. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനമായിരുന്നു 1920. ഇന്ത്യക്കാർ വ്യത്യസ്ത മതസ്ഥരെങ്കിലും നമ്മുടെ മാതൃഭൂമിയിലെ സന്തതികളാണെന്നും നമ്മുടെ സുഖദുഃഖങ്ങൾ ഒന്നാണെന്നും പ്രശ്നങ്ങൾ ഒന്നാണെന്നും നേതാക്കൾ ഉദ്ബോധിപ്പിച്ചപ്പോഴാണ് അത്യാവശ്യത്തോടുകൂടി മലബാറിലെ ജനത ഖിലാഫത്ത് നിസ്സഹരണ പ്രസ്ഥാനത്തിൽ ഒരുമിച്ച് പങ്കെടുത്തു. നിസ്സഹരണ ഖിലാഫത്ത് പ്രസ്ഥാനം വടക്കൻ മലബാറില് അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ ശക്തമാകാൻ കാരണം ഗാന്ധിജിയുടെ സന്ദർശനമാണ് എന്ന് നമ്മൾ വസ്തുതാപരമായി തന്നെ കണക്കാക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോ വടക്കൻ കേരളത്തില്
ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് കുറേ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മലബാർ കലാപവും മറ്റ് സമരമുറങ്ങളും അതൊക്കെ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇന്നേ ദിവസം പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. കൃത്യമായി പഠിച്ച് റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.